നായിൻ്റെ മോനെ എന്ന് വിളിക്കണം നോക്കുക. അവനെ നമ്മൾ ശുനകൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ശരിയാവുമോ? ശരിയാവില്ല. അപ്പോൾ നമ്മൾ നായിൻ്റെ മോനെ തന്നെ വിളിക്കണം. അപ്പോഴേ എഫക്റ്റ് കിട്ടുള്ളൂ. ഒരു ബിസിനസ് സക്സസ് ആയിട്ടാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്, ബ്രാൻഡിങ് ആയതിനു ശേഷമാണോ സക്സസ് ആവുന്നത്? ഇതിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഒക്കെ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് അതിൻ്റെ ആദ്യത്തെ സക്സസ് കാണിച്ചതിന് ശേഷം ബ്രാൻഡ് ചെയ്യാന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് അമേരിക്കയിൽ ഉണ്ടായ ഒരു മിനറൽ വാട്ടർ കമ്പനിയാണ്. ആ കമ്പനിയുടെ കഥ നമുക്ക് വളരെ രസകരമായ ഒരു കഥയാണ്. ഒരിക്കൽ ഇയാളൊരു ആഡ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ആഡ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അടുത്തേക്ക് ഒരു വാട്ടർ ക്യാമ്പയിൻ, വെള്ളവുമായി ബന്ധപ്പെട്ട വെള്ളം സേവ് ചെയ്യുന്ന അങ്ങനെ എന്തോ ഒരു ആവശ്യമുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. അപ്പോൾ ഇയാൾ ഓർമ്മയിൽ ഒരു കാര്യം മനസ്സിലാക്കി. ഇയാളുടെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിൽ ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു ബോറിംഗ് സാധനമാണ്. ഓക്കെ, നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം എന്ന് പറയും, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ കാർബണേറ്റഡ് എനർജി ഡ്രിങ്ക്, ഇപ്പോൾ റെഡ് ബുൾ എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇയാൾ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു, കൂടുതൽ ആളുകൾ വെള്ളം കുടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ക്ലയൻറ്റ് ഔട്ട്റൈറ്റ് ഈ ഐഡിയ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇയാൾക്ക് പക്ഷേ ഈ ഡിസൈനർക്ക് ഇത് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈ ഐഡിയ, ഈ ക്രിയേറ്റീവ് ഡയറക്ടർക്ക് ഈ ഐഡിയ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പുള്ളി തീരുമാനിച്ചെന്നാൽ പിന്നെ ഞാനിതിനൊരു മോക്കപ്പ് ഉണ്ടാക്കും, ഒരു പ്രൊഡക്റ്റ് തരും. പുള്ളി എന്ത് ചെയ്തു, ഒരു പാക്കേജിങ് ചെയ്തു, ചെയ്തെടുത്തു. എന്നിട്ട് ഈ പാക്കേജിങ് ഭയങ്കര രസകരമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് എടുത്തു തന്നു. സാർ, ഇതാണ് എൻ്റെ വാട്ടർ, ലിക്വിഡ് ഡെത്ത് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കാൻ പോകുന്നത്. ലിക്വിഡ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ആ പേരൊക്കെ നമ്മൾ ക്ലൈൻറ്റിനോട് പറഞ്ഞാൽ ക്ലൈൻറ്റ് എഴുന്നേറ്റ് നിന്ന് കർണക്കുട്ടി അടിക്കും. അതാ അവസ്ഥ. അപ്പോൾ ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ, എന്നിട്ടും ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും സംഭവം നടക്കുന്നില്ല. പുള്ളി ഒരു കാര്യം ചെയ്തു, പുള്ളി ഒരു പരസ്യം ഉണ്ടാക്കി. അതൊരു സ്ത്രീ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. ഞാനിങ്ങനെ ഭയങ്കര ഒരാളെ കൊല്ലാൻ പോകുന്നല്ലോ, ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ മൂവിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് കാണുമ്പോൾ ഈ വെള്ളം ഒരാളുടെ വായി ഇങ്ങനെ കൂട്ടിക്കിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ സ്റ്റോറി ലൈൻ. ഇതാണ് ഈ പരസ്യമായിട്ട് കയറിയിട്ട് വൈറലായി. ലിക്വിഡ് ഡെത്ത് ബാമ്പ ഹിറ്റായി. അതിൻ്റെ ടാഗ് ലൈൻ ഭയങ്കര രസമാണ്. മർഡർ തേഴ്സ്റ്റ് എന്നാണ് എൻ്റെ ടാഗ് ലൈൻ. ഇന്ന് അതായത് ഒരു തരത്തിലും ഒരാളും അക്സെപ്റ്റ് ചെയ്യാതിരുന്ന സാധാരണ വെള്ളം കുറഞ്ഞ മാസം കൊണ്ട് 1.4 ബില്യൺ ബിസിനസ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ. സിമ്പിൾ ഐഡിയ. ഒരു പ്രൊഡക്റ്റിനെ, ബോറിംഗ് ആയിരുന്ന ഒരു പ്രൊഡക്റ്റിനെ ഒട്ടും അതിനകത്ത് വേറെ ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ വാട്ടർ. അതാണ് എൻ്റെ തമാശ. ഇതിൻ്റെ അടിയിൽ ടാഗ് ലൈനിൽ ഒരു പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് നോർമൽ വാട്ടർ, എന്താ മൗണ്ടൈൻ വാട്ടർ എന്ന് അങ്ങനെ എന്താ പറയുന്നത്, നമ്മളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സാധനത്തിന് ഞങ്ങൾ കയറി ക്ലിക്കായിട്ട് ഇവർ ചെയ്തെന്ന് വെച്ചാൽ, പബ്ബുകളിൽ ഈ സോഡയും മറ്റേ സാധനവും വെക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്ത്, ഈ സാധനം വെക്കാന്ന് പറയും. അവിടെ പോയിട്ട് ആളുകൾ എന്ത് ചെയ്ത്, സോഡ വാങ്ങി ഒഴിക്കുന്നതിന് പകരം ഈ ലിക്വിഡ് ഡെത്ത്, നിങ്ങൾ ലിക്വിഡ് ഡെത്തിൻ്റെ ഒക്കെ പാക്കേജിങ് ഒന്ന് നോക്കിയാൽ മതി, ഗൂഗിളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിയിട്ട് ഇത് പബ്ബിൽ ചെന്നിട്ട് അടിക്കുക. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. വെള്ളമല്ലേ, വേറൊരു തരത്തിൽ നിങ്ങൾ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതർവൈസ് നമ്മുടെ പ്രൊഡക്റ്റാണ് ഹീറോ. അപ്പോൾ ഈ പ്രൊഡക്റ്റാണ് ഇവിടെയും ഹീറോ. പ്രൊഡക്റ്റിനെ പുള്ളി പ്രസൻറ്റ് ചെയ്ത രീതി ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ഒരിക്കലും കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡൽസ് എടുക്കരുത്. നമ്മൾ സാധാരണ ഒരു വെള്ളമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് പെപ്സീൻ്റെ ഒക്കെ മുന്നിൽ എവിടെയോ ഇല്ലാണ്ടായി പോയേനെ. ഇത് സാധാരണമല്ലാതെ അസാധാരണമായ ഒരു പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ബ്രാൻഡിന് എന്ത് സംഭവിച്ചു, ബ്രാൻഡ് ഒറ്റയടിക്ക് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു. ദാറ്റ്സ് എ ബിഗ് തിങ്. സോ വി ഷുഡ് സ്പെൻഡ് അവർ മണി മോർ ക്രിയേറ്റീവ്ലി, എഫക്റ്റീവ്ലി. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളാണ്. എനിക്കൊരാളെ നായിൻ്റെ മോനെ എന്ന് വിളിക്കണം നോക്കുക. അവനെ നമ്മൾ ശുനകൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ശരിയാവുമോ? ശരിയാവില്ല. അപ്പോൾ നമ്മൾ നായിൻ്റെ മോനെ തന്നെ വിളിക്കണം, അപ്പോഴേ എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ശുനകൻ്റെ മോനെ എന്ന് വിളിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത് വേണമെന്ന് പറയുന്നത്. ഒന്നല്ല ചെയ്യാതിരിക്കുക, ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായി, ലൗഡായിട്ട്, നോയ്സായിട്ട് പറയുക. അതാണ് ബ്രാൻഡിങ്.